എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് സ്പ്രിംഗ് റോൾ എങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ ഇതെന്ന് പറയുന്നത് മഴയുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് ഐറ്റം തന്നെയാണ്. നിങ്ങൾക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇതിനു മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സമൂസ ഷീറ്റ്, പിന്നെ ലിക്വിഡ് ബാറ്റർ ഉപയോഗിച്ചിട്ട് സ്പ്രിംഗ് റോൾ ഷീറ്റ് തയ്യാറാക്കുന്ന വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ കുഴച്ചെടുക്കണ്ട, പരത്തിയെടുക്കണ്ട, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നിംഷാസ് കിച്ചൺ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് എഗ് സ്പ്രിംഗ് റോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സവോളയുടെ ഒരു പകുതി ഇതുപോലെ നല്ല ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഓംലേറ്റ് കട്ട് എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ. സവോള ചെറുതായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം അളവിൽ വെളുത്തുള്ളി മുറിച്ചത് ചേർക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും നല്ല ചെറുതായിട്ട് മുറിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരു പകുതി ക്യാരറ്റാണ് ഇതിന് വേണ്ടിയിട്ട് മുറിച്ചെടുത്തിരിക്കുന്നത്, ഏകദേശം ഒരു 1/4 കപ്പോളം അളവിൽ. പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, അതും ഒരു 1/4 കപ്പോളം അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളേർഡ് ക്യാപ്സിക്കം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നന്നായിട്ട് തന്നെ വരും. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് കുക്കായിട്ട് വന്നോട്ടെ. ഒരുപാട് ഓവറായിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർക്കാട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നോട്ടെ. ആവശ്യത്തിന് തന്നെ ഒന്ന് കുക്കായിട്ട് വരണം. ഇപ്പോൾ കണ്ടില്ലേ, ആവശ്യത്തിന് ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂണോളം അളവിൽ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയൊന്നും ഒരുപാട് കൂടിപ്പോണ്ട. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്കിത്. ഇതിലേക്ക് ഇനി നമുക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല ഒരുപാട് അളവിൽ വേണ്ട, വളരെ കുറച്ച് മതി. ഒരുപാടായി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് നന്നായിട്ട് വരില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ തന്നെയാണ്. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ് 1/4 ടീസ്പൂൺ അളവിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. ഈ ഒരു വെജിറ്റബിൾസ് ഒരു ഭാഗത്തേക്ക് നമുക്ക് നീക്കുക. അതിനുശേഷം ഇതിന് നടുവിൽ നമുക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൽ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എണ്ണ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ആദ്യം മുട്ടയൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് വെജിറ്റബിൾസിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കുക്കായിട്ട് വന്നോളും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാബേജ്, അതുപോലെ ബീൻസ്, സ്പ്രിംഗ് ഓണിയൻ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് അളവിൽ തന്നെ മതി. പക്ഷേ എഗ് ആയിരിക്കും ഇതിൽ കൂടുതൽ അളവിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇതിപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സ്നാക്സ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് അളവിൽ ഉപ്പ് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് കൂടിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ അത് മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലൂ അല്ലെങ്കിൽ ഒരു ഗം തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കുകയുള്ളൂ. കണ്ടില്ല, ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുക്കാം. അപ്പോൾ സ്പ്രിംഗ് റോൾ ഷീറ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. സമൂസ ഷീറ്റിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് കമൻ്റായിട്ട് ഞാൻ കൊടുക്കാം, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് കാണിക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ തണുത്ത ഫില്ലിംഗ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിംഗ് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. അപ്പോഴായിരിക്കും നമുക്കിത് കറക്റ്റ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റുക. അതിനുശേഷം ഇവിടെ നിന്ന് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഒതുക്കി കൊടുക്കുക. അതിനുശേഷം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഈ ഒരു രീതിയിൽ 2 പ്രാവശ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മൈദയും വെള്ളം കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ എല്ലാവരുടെയും വശങ്ങളിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഈ ഒരു മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായിട്ട് പോകേണ്ട ആവശ്യമില്ല. കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു മൈദയുടെ മിക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. കണ്ടില്ല, ഈ ഒരു ഭാഗത്തും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്യാം. 2 ഭാഗത്തു നിന്നും നന്നായിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ഇതൊന്നും തീരെ പുറത്തോട്ട് ഒന്നും തന്നെ പോവില്ല. ഇനി ഈ ഒരു ഭാഗത്തും നമുക്ക് കുറച്ച് ഈ ഒരു മൈദയും വെള്ളം കൂടിയുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ,
അത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് അളവിൽ തന്നെ ബ്രഷ് ചെയ്താൽ മതി, അതവിടെ ഒട്ടിയിരുന്നോളും, ഒട്ടിയിരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം വീണ്ടും നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ എഗ് സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം ഫോൾഡ് ചെയ്തെടുക്കുക. എല്ലാം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടുത്തതും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ഫോൾഡ് ചെയ്തെടുക്കുക. ഇത് ഫോൾഡ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്, പല രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഒരു മെത്തേഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. നമ്മൾ ഏത് ഷേപ്പിലുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫോൾഡിങ്ങിൻ്റെ ആ ഒരു മെത്തേഡിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ബേസിക്കായിട്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് ഫോൾഡ് ചെയ്തെടുക്കുക. ഫില്ലിംഗ് ഒരിക്കലും പുറത്തോട്ട് പോകരുത്, അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ഈ ഒരു ഷേപ്പിൽ വരണമെന്ന് മാത്രം. നിങ്ങൾക്ക് ഹോം മെയ്ഡ് സ്പ്രിംഗ് റോൾ ഷീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാവുന്ന സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ലിംഗ് മാത്രം തയ്യാറാക്കിയാൽ മതി കേട്ടോ. ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് വറക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സ്പ്രിംഗ് റോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കാരണം ഇതിൻ്റെ ഉൾഭാഗം ഒന്നും കുക്കാവാനൊന്നുമില്ല, ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്ന ഒരു രീതിയിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കാം. എല്ലാ ഭാഗവും ഈവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഡിപ്പിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാം. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ മയണൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പിൻ്റെയും മയണൈസിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ അതിന് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം, അത് ഞാൻ പിന്നീട് കമൻ്റ് ആയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ ഫ്രൈ ആയിട്ട് വരും. നല്ല തിന്നായിട്ടുള്ള സ്പ്രിംഗ് റോൾ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കോരി മാറ്റുക. അപ്പോൾ ഒരു സ്ട്രെയിനറിലേക്കോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂലേക്കോ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള ഒരു ഓയിലൊക്കെ പോയി കിട്ടിക്കോളും കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയായിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഈ ഒരു എഗ് സ്പ്രിംഗ് റോൾ എന്ന് പറയുന്നത്. എഗ്ഗ് ഉപയോഗിച്ചിട്ടാകുമ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാം, അധികം സമയമൊന്നും വേണ്ട. ഇനി ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ളതും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുട്ടികളും വലിയവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. നമുക്ക് പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നത് തന്നെയുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതും കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് കോരി മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ എഗ് സ്പ്രിംഗ് റോൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ. കമൻറ്റ് ചെയ്താൽ മാത്രമല്ലേ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ തോന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സ്പ്രിംഗ് റോൾ ഷീറ്റിൻ്റെയും സമോസ ഷീറ്റിൻ്റെയും ലിക്വിഡ് ബാറ്റർ ഉപയോഗിച്ചിട്ട് സ്പ്രിംഗ് റോൾ തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ നിന്റെ കമൻറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.